ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നേ ഒരു പുളിഞ്ചിക്ക കറി ഉണ്ടാക്കിയാലോ? പുളിഞ്ചിക്ക അഥവാ ഇരുമ്പം പുളി അങ്ങനെയൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുമായിരിക്കും. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ പുളിഞ്ചിക്ക എന്നാട്ടോ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പം പുളിയെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ പേരായിരിക്കും അല്ലേ? സംഭവം എന്താ ഇതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് ഞാനൊരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞതുപോലെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പുളിഞ്ചിക്ക ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ്. അപ്പം ഞാനിവിടെ ഇത് ഒരു ആവറേജ് എരിയുണ്ട് കേട്ടോ. ഈ മുളകിന് നല്ല എരിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം ഒരു വലിയ മുളക് ഇതുപോലെ ഒന്ന് മുറിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ അവരവരെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുളിഞ്ചിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുളിഞ്ചിക്ക വേഗം അധികം സമയമൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും മിക്കവരുടെ വീട്ടിലും ഈ പുളിഞ്ചിക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ. മിക്കവാറും എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പഴുത്ത് താഴെ വീണ് പോവുമായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ പുളിഞ്ചിക്ക കളയാണ്ട് വേറെ ഒന്നും കറി വയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക വെന്തിരുന്നപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അധികം തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു താളിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചെറിയുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്കിത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മൾ എന്താ പറയുക പുളിശ്ശേരിയൊക്കെ കഴിക്കുന്ന അതേ ഒരു രുചിയിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ തൈര് ചേർക്കുന്നില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.